ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷി എന്തായി. നമ്മുടെ കൃഷിയുടെയൊക്കെ അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെയാണ്, ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്, പിന്നെ കുറേ കാട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടല്ലേ, ഒരു ഭാഗത്തൊക്കെ നമ്മൾ നല്ല പോലെ കാടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കാടായിക്കൊണ്ടിരിക്കും. മഴയുടെ ഒരു കാലാവസ്ഥ പ്രശ്നം കൊണ്ടായിരിക്കാം, അറിയില്ല, അല്ലാതെ എന്താവാനല്ലേ. അതുപോലെ തന്നെ ഒരുപാട് വളങ്ങളൊക്കെ ഉള്ള മണ്ണല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ കാട് എന്തായാലും പിടിക്കും കേട്ടോ. ഇവിടുത്തെ കോഴിക്കും കാക്കയ്ക്കും ഒന്നും നേരം വെളുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ, ആരും ഒന്നും വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കുറേയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ നേരത്തെ പയറൊക്കെ പടർത്തി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് മാറ്റണം. കാരണം അതൊക്കെ പോയി, അതിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഡ്രാഗൺ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡ്രാഗൺ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് ശിഖരമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതൊന്ന് മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ അങ്ങനെ കുറേ കുട്ടി പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാടൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്തേ കണ്ടില്ലേ, നമുക്ക് ഇതിനകത്തു നിന്നെല്ലാം കിളിർത്തു, ഇങ്ങനെ കിളിർത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു അനക്കവും വരുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. പക്ഷേ ഇതിന് നമ്മൾ 2 കതിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണിളക്കിയിട്ട് കൊടുത്തു. നല്ല വളമൊക്കെ ഉള്ള മണ്ണാട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ വെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ സെറ്റായിരിക്കുമല്ലേ. അപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരൊന്നും കൂടിയൊക്കെ ഒന്ന് മണ്ണിളകി കിടക്കുമ്പോൾ കുറച്ചും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡ്രാഗണിൻ്റെ അവസ്ഥ. ഇനി നമ്മളിതിങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് കൊടുക്കും. എന്തായാലും കിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിനകത്തും കിളിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് നമ്മുടെ പയറിൻ്റെയൊക്കെ ഒരു അവസ്ഥ. അപ്പം കുറേയൊക്കെ നിർത്തിയിട്ടും കാര്യമില്ല, കിളിക്കത്തില്ല, ഉറപ്പാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ പച്ചപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ അവിടെ നിൽക്കട്ടല്ലേ, അതായിരിക്കും ഒന്നും കൂടി വരും. നമുക്ക് കുറച്ചും കൂടെ അല്ലേ നിർത്തി നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. കുറച്ചും കൂടെ ഒക്കെ നിൽക്കട്ടെ. പിന്നെ പാവലൊക്കെ പോയി കേട്ടോ, പാവലെല്ലാം പോയിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ നമുക്ക് കളയാം, കാരണം കൊള്ളൂല, എല്ലാം പോയി. നിർത്തിയിട്ടും കാര്യമില്ല, അതിനകത്തൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ വള്ളികളൊക്കെ പടർത്തി ഇട്ട് കൊടുത്ത് അതൊക്കെ നിന്നോട്ടെ, നമുക്ക് ഇനി അടുത്തത് കയറ്റി വിടാനുള്ളതാണ്. പോച്ച വരെ ആയിട്ടില്ല, വള്ളിപ്പോച്ച. പിന്നെ അതെ, നമ്മുടെ മുളകിനകത്തൊരു ചെറിയൊരു പാവൽ കിളിച്ച് വരുന്നുണ്ട്. എന്തായാലും ഞാൻ അതിനൊന്ന് പടർത്തി കൊടുക്കാൻ പോവുക. കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, എന്തായാലും നോക്കാം. മുളകൊക്കെ പോയി കേട്ടോ, എല്ലാം മുരടിച്ച്. കഴിഞ്ഞ ദിവസം കുറച്ച് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു മുളക് നിൽക്കുന്നു കേട്ടോ. ഒരാളെ കിട്ടി. പിന്നെ അവിടെ ഒരു മൂട് വയ്ക്കുന്നത്, അതിനകത്തൂടെ നോക്കട്ടെ. പിന്നെ അതേ ഈ ഒരു മുളകും കൂടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനകത്തുനിന്ന് വന്ന് കുറേയൊക്കെ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും 1-2 എണ്ണമൊക്കെ നിൽക്കുന്നു. ഇത്രേ മുളകാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. നമ്മുടെ പീനട്ടൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഓവറായിട്ട് പഴുത്തൊന്നല്ല, എന്നാലും ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. നല്ല റെഡിഷ് കളറാണുവേ, കണ്ട. ഈ ഒരു കളറാണ്. കഴിച്ചാൽ വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല,
ഇതിൻ്റെ ഇപ്പോഴത്തെ ടേസ്റ്റ് എന്താണെന്നറിയോ? നമ്മുടെ ഈ റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്ന ഒരു ചീരയില്ലേ, ഒരു പച്ച കളറിലെ, നമ്മൾ നോർമൽ ചീരയല്ല, ഒരു ചെറിയ ഇലയുടെ പേരെനിക്കറിയാം. അതിനകത്തൊരു കായുണ്ട് വൈറ്റ് കളറിൽ. അതൊക്കെ ഞാനൊക്കെ കൊച്ചിലെ കുറേ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇപ്പം. കുരുവിന് വേറൊരു ടേസ്റ്റ്, പക്ഷെ ഇതിൻ്റെ ഇത് കൊള്ളാം. കൊള്ളാം, കുറച്ചും കൂടി പഴുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കൊള്ളാം, അടിപൊളി. നമ്മുടെ കൃഷിയിൽ കുറച്ചെങ്കിലും അവശേഷിക്കുന്ന കുറച്ച് പയറെന്ന് പറയുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ലാസ്റ്റ് നട്ടിട്ടുണ്ടായിരുന്ന പയറാണ്. ഒന്നും പറഞ്ഞങ്ങ് ഓവറായിട്ടൊന്നും ഇല്ല, കുറച്ചുണ്ട് ലാസ്റ്റ് ഉള്ളത്. നമുക്കുള്ള കുറച്ച് പയർ പിച്ചി എടുക്കാം, അല്ലെങ്കിൽ ഇനി നിന്നത് മുറ്റിപ്പോവും. എന്നിട്ടും കണ്ടത് ഇത്രയും മാത്രമേ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. നാളത്തേക്ക് കുറച്ചും കൂടിയൊക്കെ കാണും. കുറച്ച് കാര്യം കൂടി നാളെ കിട്ടും. വണ്ടിയൊക്കെ പോകുന്ന നല്ല ഡിസ്റ്റർബൻസ് ആണ്. റോഡിൻ്റെ സൈഡാണ്. റോഡിൻ്റെ സൈഡിൽ നമ്മുടെ സൈഡിലുള്ള ഭാഗത്ത് ലാസ്റ്റ് നട്ടിരുന്ന നമ്മുടെ പയറായത് കേട്ടോ. കുറച്ച് വരുന്നുണ്ട്. എന്തായാലും ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്.